വളരെ നല്ല രീതിയിൽ അതിലെ നല്ല ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ സ്റ്റഡീസ് ഒക്കെ കൊണ്ടുപോകാനുള്ള സമയമായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യും, അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ നൽകുമെന്ന് പറഞ്ഞിരുന്നു. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്, നിങ്ങൾക്കെല്ലാം അറിയാല്ലേ, പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. സാധാരണ ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നമ്മുടെ എക്സാമിന് ചോദിക്കുന്നതാണ്. വെൽക്കം ടു എജൂസ് അക്കാഡമി. എജൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ എക്സാംസിന്റെ ഒക്കെ ഡേറ്റ് വന്നു അല്ലെ, എല്ലാ എക്സാംസിന്റെ ഡേറ്റ് വന്നു. നമ്മുടെ JPHN എക്സാം ആണെങ്കിൽ ഇനി ആകെ ഒരു ദിവസം കൂടെ ഉള്ളൂ. പിന്നെ RRBയുടെ എക്സാം 28-ന് തുടങ്ങുന്നു. അതുപോലെ DME സ്റ്റാഫ് നഴ്സ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ അല്ല, സോറി, ഡേറ്റ് വന്നു ജൂലൈ 18-നാണ് അല്ലെ. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻസ് ഒക്കെ സ്പീഡപ്പ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഗിയർ അപ്പ് ചെയ്യേണ്ട ടൈം അതിക്രമിച്ചിരിക്കുന്നു. വളരെ നല്ല രീതിയിൽ അതിലെ നല്ല ഫാസ്റ്റ് ആയിട്ട് നമ്മുടെ സ്റ്റഡീസ് ഒക്കെ കൊണ്ടുപോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും എജൂസ് അക്കാഡമിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും എല്ലാ പിന്തുണയും എപ്പോഴും ലഭിക്കുന്നതാണ്. സോ ആക്ച്വലി കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഈ ഒരു സീരീസിൽ ഒരു വീഡിയോ ചെയ്യായിരുന്നു അല്ലെ. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 25 പോയിന്റ്സ് കവർ ചെയ്തിട്ടുള്ള വീഡിയോസ് ആയിരുന്നു ചെയ്തിരുന്നത്. അതിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് ഇനിയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സിൽ നിന്നുള്ള ഡിസ്കഷൻ വേണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യുക. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് പറയുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്യും, അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ നൽകുമെന്ന് പറഞ്ഞിരുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക് ഏതാണ്? ഡിഫൻസ് മെക്കാനിസം അല്ലെ. സൈക്യാട്രി സൈക്കോളജിയിലൊക്കെ വരുന്ന ഡിഫൻസ് മെക്കാനിസം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, നിങ്ങൾക്കെല്ലാം അറിയാം അല്ലെ, പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. സാധാരണ ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നമ്മുടെ എക്സാമിന് ചോദിക്കുന്നതാണ്. സാധാരണ ചിലപ്പോൾ ഡെഫിനേഷൻ തന്നിട്ട് ചോദിക്കാം, അതല്ല ഒരു എക്സാമ്പിൾ തന്നിട്ട് ചോദിക്കാം, അതല്ല ഏതെങ്കിലും ഒരു ഡിഫൻസ് മെക്കാനിസം തന്നിട്ട് അത് ഏത് ഡിസീസ് കണ്ടീഷനിലാണ് കാണുന്നത് എന്നുള്ള രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം അല്ലെ. അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഡിഫൻസ് മെക്കാനിസം എന്നുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. ഡിഫൻസ് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ അൺകോൺഷ്യസ് സൈക്കോളജിക്കൽ സ്ട്രാറ്റജീസ് യൂസ്ഡ് ബൈ ഇൻഡിവിജ്വൽസ് ടു കോപ്പ് വിത്ത് റിയാലിറ്റി ആൻഡ് മെയിൻറ്റെയിൻ സെൽഫ് ഇമേജ് ബൈ റെഡ്യൂസിംഗ് ഓർ അവോയ്ഡിംഗ് ആങ്സൈറ്റി, കോൺഫ്ലിക്ട് ഓർ അൺഅക്സെപ്റ്റബിൾ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് അല്ലെ. ആക്ച്വലി ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് അതൊരു അൺകോൺഷ്യസ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ സ്ട്രാറ്റജീസ് ആണ്. നമ്മൾ ചെയ്യുന്ന ആൾക്കാർ അറിയുന്നില്ല ആക്ച്വലി അത് നമ്മൾ കോൺഷ്യസ്ലി അല്ല നമ്മൾ ചെയ്യുന്നത് അല്ലെ. സോ ഇത് സാധാരണ അൺകോൺഷ്യസ്ലി ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. ഹെൽപ്പ് ടു മാനേജ് ഇന്റേണൽ കോൺഫ്ലിക്ട് ഓർ എക്സ്റ്റേണൽ സ്ട്രെസ്. നമ്മുടെ ഉള്ളിലുള്ള കോൺഫ്ലിക്ട്, നമ്മുടെ സ്ട്രെസ്സും ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ക്യാൻ ബി അഡാപ്റ്റീവ് ഓർ മാലഡാപ്റ്റീവ്. അതായത് ചില ആൾക്കാരിലെ അല്ലെങ്കിൽ ചില ഇൻഡിവിജ്വൽസിലെ ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത് ഹെൽത്തി ആണ്, നമുക്കത് അഡാപ്റ്റീവ് ആയിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയും. ചിലരിലാണെങ്കിൽ അത് അൺഹെൽത്തി ആണ്, അത് മാൽ അഡാപ്റ്റീവ് ആയി തീരുന്നുമുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. സോ ഇതിലെ ഡിഫൻസ് മെക്കാനിസത്തിലെ മെയിൻ ആയിട്ട് വരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത് റിപ്രഷൻ അല്ലെ. റിപ്രഷൻ എന്താ? റിപ്രഷൻ എന്ന് പറയുന്നത് അൺകോൺഷ്യസ് എക്സ്ക്ലൂഷൻ ഓഫ് ഡിസ്ട്രസിംഗ് തോട്ട്സ് ഫ്രം അവയർനെസ്. റിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറിയുന്നില്ല, അൺകോൺഷ്യസ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ വരുന്നില്ല, അത് നമ്മൾ അറിയാതെ തന്നെ സപ്രസ് ചെയ്ത് നിർത്തുന്നു കേട്ടോ. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? റിപ്രഷൻ എന്ന് പറയുക കേട്ടോ. നമ്മൾ അറിയാതെ അൺകോൺഷ്യസ് ആയിട്ട് നമ്മുടെ അവയർനെസ്സിലേക്ക് തോട്ട്സ് വരാതിരിക്കുന്നു, അതിനാണ് റിപ്രഷൻ എന്ന് പറയുക. നെക്സ്റ്റ് ഡിനയൽ. ഡിനയൽ നമുക്ക് അറിയാം അല്ലെ, എന്താണ്? ഇൻവോൾവ്സ് റെഫ്യൂസിംഗ് ടു അക്സെപ്റ്റ് പെയിൻഫുൾ റിയാലിറ്റി ഓഫൺ സീൻ ഇൻ ഗ്രീഫ് ഓർ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സ്. അപ്പൊ ഡിനയൽ സാധാരണ കാണുന്നത് എവിടെയാണ്? ഗ്രീഫിലെ, ഗ്രീവിംഗ് പ്രോസസ്സിലെ. അതുകൂടാതെ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡേഴ്സിലൊക്കെയാണ് ഡിനയൽ കാണുക. അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മളൊരു പെയിൻഫുൾ ആയിട്ടുള്ള റിയാലിറ്റി, അതായത് വളരെ വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ എന്താണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ അല്ലെങ്കിൽ അതിനോട് താല്പര്യം കാണിക്കുന്നില്ല. ഇതിനാണ് നമ്മൾ ഡിനയൽ എന്ന് പറയുക. എന്താണ് പ്രൊജക്ഷൻ എന്ന് പറയുക? പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ അട്രിബ്യൂട്ടിംഗ് വൺസ് ഓൺ അൺഅക്സെപ്റ്റബിൾ തോട്ട്സ് ടു അതേഴ്സ്. അതായത് നമുക്ക് തോന്നുന്ന അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള തിങ്കിങ്സ് അല്ലെങ്കിൽ ബിഹേവിയേഴ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? ബാക്കിയുള്ള ആൾക്കാരിലേക്ക് നമ്മൾ പകരുന്നു. അല്ലെങ്കിൽ നമുക്കിപ്പം അതായത് ഇപ്പം ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് ശരിയായില്ല എങ്കിൽ നമ്മൾ പറയുന്നു അത് ഇന്ന ആള് കാരണമാണ് നമുക്കത് തെറ്റിപ്പോയത് എന്ന് പറയുന്നു കേട്ടോ. അതിനാണ് നമ്മൾ എന്ത് പറയുക? പ്രൊജക്ഷൻ എന്ന് പറയുക. കോമൺലി ഫൗണ്ട് ഇൻ പാരനോയിഡ് ഡെലൂഷൻ അല്ലെ. പാരനോയിഡ് ഡെലൂഷനിലാണ് സാധാരണ പ്രൊജക്ഷൻ കാണുക. നെക്സ്റ്റ് ഡിസ്പ്ലേസ്മെന്റ്. എന്താ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുക? ഇപ്പൊ ഓഫീസിലെ ബോസ് നമ്മുടെ എംപ്ലോയിയെ വഴക്ക് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു? എംപ്ലോയി വീട്ടിൽ പോയിട്ട് ഭാര്യയെ അല്ലെങ്കിൽ കുഞ്ഞിനെയൊക്കെ വഴക്ക് പറയുന്നു. ഇതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുക. ട്രാൻസ്ഫറിങ് ഇമോഷൻസ് ഫ്രം എ
ത്രെട്ടണിങ് ടാർഗറ്റ് ടു എ സേഫർ വൺ. അതായത് ബോസ് നമ്മളെ വഴക്ക് പറഞ്ഞ എന്താണ്, നമുക്ക് തിരിച്ച് ബോസിനോടൊന്നും പറയാൻ പറ്റില്ല അല്ലെ, അതൊരു ത്രെട്ടണിങ് ആയിട്ടുള്ള ടാർഗറ്റ് ആണ്. സോ നമ്മൾ വീട്ടിൽ പോയിട്ട് സേഫ് ആയിട്ടുള്ള നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ വഴക്ക് പറയുന്നു. അതാണ് എന്താ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങളാകുമ്പോൾ ഒന്നും പറയില്ല അല്ലെ, ആ ഒരു രീതിയിൽ നമ്മൾ വഴക്ക് പറയുന്നു. നെക്സ്റ്റ് റിയാക്ഷൻ ഫോർമേഷൻ. എന്താണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുക? അതായത് നമുക്ക് ഒരാളെ കുറിച്ച് ഒരു ഇമോഷൻ ആണുള്ളത്, ഒരാളോട് നമുക്ക് ദേഷ്യമുണ്ട്, പക്ഷെ നമ്മൾ എന്താണ് പുറമെ കാണിക്കുമ്പോൾ വളരെ ചിരിച്ച് കളിച്ച് നമ്മൾ സംസാരിക്കുന്നു. അതിനാണ് റിയാക്ഷൻ ഫോർമേഷൻ എന്ന് പറയുക. എക്സ്പ്രസിംഗ് ദ ഓപ്പോസിറ്റ് ഓഫ് വൺസ് ആക്ച്വൽ അൺഅക്സെപ്റ്റബിൾ ഇമ്പൾസ്. നമുക്ക് അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഇമ്പൾസ് ആയിരിക്കും നമ്മുടെ മനസ്സിലുണ്ടാവുക, പക്ഷെ നമ്മൾ പുറത്തേക്ക് കാണിക്കുമ്പോൾ എന്താണ് അതിന് നേരെ വിപരീതമായിട്ടുള്ള ഇമോഷൻസ് ആയിരിക്കും നമ്മൾ എക്സിബിറ്റ് ചെയ്യുക. നെക്സ്റ്റ് വരുന്നത് റാഷണലൈസേഷൻ. എന്താണ് ഈ റാഷണലൈസേഷൻ എന്ന് പറയുന്നത്? റാഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ന്യായീകരിക്കുക എന്ന് പറയുന്നില്ലേ, അതാണ് സംഗതി. ഈസ് എ ലോജിക്കൽ റീസൺ ഫോർ എ ഇറാഷണൽ ബിഹേവിയർ മാസ്കിംഗ് ട്രൂ മോട്ടീവ്സ്. ആക്ച്വലി നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആവശ്യമില്ലാതെ ചെയ്യുന്നതിന് നമ്മൾ ആക്ച്വലി അതിന് എന്തെങ്കിലും ഒരു ലോജിക്കൽ ആയിട്ടുള്ള റീസൺ കണ്ടുപിടിച്ചിട്ട് അത് പറയാനായിട്ട് ശ്രമിക്കും. അതാണ് റാഷണലൈസേഷൻ. അതായത് ന്യായം പറയുക എന്ന് പറയത്തില്ല, അതാണ് റാഷണലൈസേഷൻ. നെക്സ്റ്റ് വരുന്നത് ഇന്റലക്ച്വലൈസേഷൻ. ഇന്റലക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോക്കസിങ് ഓൺ ലോജിക് ടു അവോയ്ഡ് ഇമോഷണൽ ഡിസ്ട്രസ്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നു കേട്ടോ, അതിനാണ് നമ്മൾ ഇന്റലക്ച്വലൈസേഷൻ എന്ന് പറയുക. നെക്സ്റ്റ് സബ്ലിമേഷൻ. എന്താണ് സബ്ലിമേഷൻ എന്ന് പറയുക? റീഡയറക്ടിങ് അൺഅക്സെപ്റ്റബിൾ ഇമ്പൾസസ് ഇൻടു സോഷ്യലി അക്സെപ്റ്റബിൾ ആക്ടിവിറ്റീസ് കേട്ടോ. അതായത് നമുക്ക് താല്പര്യമില്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി അക്സെപ്റ്റ് ചെയ്യാത്ത ഇമ്പൾസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? സോഷ്യലി അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഇമ്പൾസസിനെ നമ്മൾ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആയിട്ട് മാറ്റുന്നു. അതായത് ഇപ്പൊ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരാളാണെന്ന് വെച്ചോളൂ, അതായത് എപ്പോഴും എല്ലാവരുമായിട്ട് തല്ലും അടിയും ഒക്കെ കൂടുന്ന ഒരാളാണെന്ന് വെച്ചോളൂ. അയാൾ എന്താ ചെയ്യുന്ന? അയാൾ ആക്ച്വലി ഇപ്പം ഒരു ബോഡി ബിൽഡിങ്ങിനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പോയിട്ട് എന്താണ് സോഷ്യലി അയാളുടെ എനർജി ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അതിനാണ് സബ്ലിമേഷൻ എന്ന് പറയുക. നെക്സ്റ്റ് സപ്രഷൻ. എന്താണ് സപ്രഷൻ എന്ന് പറയുക? വോളണ്ടറി ഡിസിഷൻ ടു ഡിലേ ഡീലിംഗ് വിത്ത് ആൻ ഇമോഷണൽ ഇഷ്യൂ. അതായത് സപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യുന്നതാണ്. അതായത് ഇതുപോലെ സ്ട്രെസ് പ്രൊവോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ സ്വന്തമായിട്ട് തന്നെ അതിനെ സപ്രസ് ചെയ്ത് വെക്കുന്നു. അതിനാണ് നമ്മൾ സപ്രഷൻ എന്ന് പറയുക. എന്താണ് റിഗ്രഷൻ എന്ന് പറയുക? റിവേർട്ടിംഗ് ടു ബിഹേവിയേഴ്സ് ഓഫ് ആൻ ഏർലിയർ ഡെവലപ്മെന്റൽ സ്റ്റേജ്. അതായത് സ്ട്രെസ് വരുമ്പോൾ നമ്മൾ കുഞ്ഞിലെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമായിരുന്നു അതിലേക്ക് തിരികെ പോകുന്നു. അതിനാണ് റിഗ്രഷൻ എന്ന് പറയുക. അതായത് നമ്മൾ കരയുന്നു, കുഞ്ഞുങ്ങളെ പോലെ കരയുന്നു, അല്ലെങ്കിൽ എന്താണ് ബെഡ് ബെറ്റിംഗ് ചെയ്യുന്നു. ഇതിനെയൊക്കെ ആണ് നമ്മൾ എന്ത് പറയുക? റിഗ്രഷൻ എന്ന് പറയുക. നെക്സ്റ്റ് അൺഡൂയിങ്. എന്താണ് അൺഡൂയിങ് എന്ന് പറയുക? ഇൻവോൾവ്സ് പെർഫോമിംഗ് ആക്ട്സ് ടു സിംബോളിക്കലി റിവേഴ്സ് അൺഅക്സെപ്റ്റബിൾ ആക്ഷൻസ് ഓർ തോട്ട്സ്. അതായത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ സിംബോളിക്കലി റിവേഴ്സ് ചെയ്യുന്നു. അതിനാണ് നമ്മൾ അൺഡൂയിങ് എന്ന് പറയുക. ഡിസോസിയേഷൻ. എന്താണ് ഡിസോസിയേഷൻ? അലോസ് എ പേഴ്സൺ ടു ഡിസ്കണക്ട് ഫ്രം എ സ്ട്രെസ്ഫുൾ റിയാലിറ്റി ആസ് ഇൻ ഫ്യൂഗ് സ്റ്റേറ്റ്സ്. അതായത് നമുക്ക് ആക്ച്വലി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്നു അല്ലെ. ഫ്യൂഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഐഡന്റിറ്റിയിൽ നമ്മൾ സഞ്ചരിക്കുന്നു. അതിനാണ് നമ്മൾ ഡിസോസിയേഷൻ എന്ന് പറയുക. അപ്പോൾ എന്താണ് കൺവേർഷൻ എന്ന് പറയുക? കൺവേഴ്സ് സൈക്കോളജിക്കൽ സ്ട്രെസ് ഇൻടു ഫിസിക്കൽ സിംറ്റംസ് വിത്തൗട്ട് ഓർഗാനിക് കോസ്. അതായത് ഇപ്പം നമുക്ക് ഭയങ്കര സൈക്കോളജിക്കൽ സ്ട്രെസ് തരുന്ന ഒരു ഇവന്റ് ആണ് നാളെ നടക്കാൻ പോകുന്ന എക്സാം എന്ന് വെച്ചോളൂ. നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണ് ഞാൻ പറയുന്നത്? എന്റെ കൈ പാരലൈസ് ആയി പോയി, എനിക്ക് എക്സാം എഴുതാൻ കഴിയില്ല. അതായത് ഞാൻ ആവശ്യമില്ലാത്ത, അതായത് ഒരു റീസണും ഇല്ലാത്ത ഒരു ഫിസിക്കൽ സിംറ്റം അവിടെ അറിയാതെ എക്സിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? കൺവേർഷൻ കേട്ടോ, കൺവേർഷൻ എന്ന് പറയുക. നെക്സ്റ്റ് ആക്ടിങ് ഔട്ട് കേട്ടോ. ആക്ടിങ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് ആക്ച്വലി ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മളത് ഫിസിക്കലി നമ്മളത് എന്ത് ചെയ്യുന്നു? ബേസ്റ്റ് ഔട്ട് ആകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഫിസിക്കലി അത് എക്സ്പ്രസ് ചെയ്യുന്നു. അതിനാണ് ആക്ടിങ് ഔട്ട് എന്ന് പറയുക. എക്സ്പ്രഷൻ ഓഫ് അൺകോൺഷ്യസ് ഇമ്പൾസസ് ത്രൂ ആക്ഷൻസ് റാദർ ദാൻ വേർഡ്സ് കേട്ടോ. നമുക്ക് ദേഷ്യം വന്നിട്ട് നമ്മൾ TV അടിച്ച് പൊട്ടിക്കുന്നു, ഗ്ലാസ് എടുത്തെറിയുന്നു, ഇതൊക്കെ ആക്ടിങ് ഔട്ട് ആണ്. നെക്സ്റ്റ് എന്താണ്? കോമ്പൻസേഷൻ എന്ന് പറയുക. അറ്റംപ്റ്റ്സ് ടു മേക്ക് അപ്പ് ഫോർ പെർസീവ്ഡ് ഡെഫിഷ്യൻസീസ് ബൈ എംഫസൈസിങ് സ്ട്രെങ്ത്. അതായത് ഇപ്പം പഠനത്തിൽ മോശമായ ഒരു കുട്ടി സ്പോർട്സിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നു. അത് ആക്ച്വലി ഈ കോമ്പൻസേഷൻ ഒരു എക്സാമ്പിൾ ആണ്. അതായത് എനിക്ക് പഠിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, എന്റെ ഡെഫിഷ്യൻസി പഠനം ആണ് എങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ വേറൊരു രീതിയിൽ എന്റെ സ്ട്രെങ്ത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു. അതിനാണ് കോമ്പൻസേഷൻ എന്ന് പറയുക. നെക്സ്റ്റ് സ്പ്ലിറ്റിംഗ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്? ഡിവൈഡ്സ് പീപ്പിൾ ഇൻടു ഓൾ ഗുഡ് ഓർ
ഓൾ ബാഡ് ടിപ്പിക്കലി ഇൻ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ. അതായത് ചിലർ നമ്മൾ പറയില്ല, ചില ആൾക്കാരുടെ എന്താണ് നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെടുന്നു, ചെറുതായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്താണ് തീരെ അതിന്റെ നെഗറ്റീവ് സൈഡിലേക്ക് ഒട്ടും ഇഷ്ടപ്പെടാതെ പോകുന്നു. അതിനാണ് നമ്മൾ സ്പ്ലിറ്റിംഗ് എന്ന് പറയുക. ഓൾ ഗുഡ് അല്ലെങ്കിൽ ഓൾ ബാഡ് ആണ്. ബേസിക്കലി ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിലാണ് സ്പ്ലിറ്റിംഗ് കാണുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ആന്റിസിപ്പേഷൻ. ആന്റിസിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു മെച്ചുവർ ആയിട്ടുള്ള ഡിഫൻസ് മെക്കാനിസം ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിപ്പേഴ്സ് ആൻ ഇൻഡിവിജ്വൽ മെന്റലി ഫോർ എ ഫ്യൂച്ചർ സ്ട്രെസർ കൺസിഡർഡ് ആസ് എ മെച്ചുവർ ഡിഫൻസ്. ആക്ച്വലി ഈ എക്സാം വളരെ ടഫ് ആയിരിക്കും എന്ന് നമ്മൾ വിചാരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, വളരെ നല്ല രീതിയിൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. അത് ആന്റിസിപ്പേഷന് വേണ്ടിയുള്ള ഒരു എക്സാമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് സബ്ലിമേഷൻ, സപ്രഷൻ, ഹ്യൂമർ, ആന്റിസിപ്പേഷൻ ആർ എക്സാമ്പിൾസ് ഫോർ അഡാപ്റ്റീവ് അല്ലെങ്കിൽ മെച്ചുവർ ഡിഫൻസ് മെക്കാനിസം. ഹ്യൂമർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു സ്ട്രെസ് വരുമ്പോൾ നമ്മൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ എന്ത് പറയുന്നു, നമ്മൾ തമാശകൾ പറയുന്നു അല്ലെ, അതിനാണ് ഹ്യൂമർ എന്ന് പറയുക. നെക്സ്റ്റ് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഇസ് ക്ലാസിക്കലി അസോസിയേറ്റഡ് വിത്ത് സ്പ്ലിറ്റിംഗ് ആൻഡ് പ്രൊജക്ഷൻ അല്ലെ. സാധാരണ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറിൽ എന്തൊക്കെ വരിക, സ്പ്ലിറ്റിംഗ് കാണിക്കുന്നുണ്ട്, കൂട്ടത്തെ പ്രൊജക്ഷൻ എന്ന ഡിഫൻസ് മെക്കാനിസവും കാണിക്കുന്നുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഡിനയൽ, പ്രൊജക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ്, റിഗ്രഷൻ, repression, undoing are examples for maladaptive defense mechanism. കേട്ടോ, maladaptive defense mechanism എക്സാമ്പിൾ ആണ് denial, projection, displacement, regression, repression, undoing ഒക്കെ. Histrionic personality disorder is characterized by regression and repression. Histrionic personality disorder ഉള്ളവർക്ക് അത് എങ്ങനെ അവരെ കാണിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക, അവർക്ക് റിഗ്രഷനും റിപ്രഷനും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. Antisocial personality disorder may involve rationalization and acting out. കേട്ടോ, antisocial personality disorder ഉള്ളവർക്ക് എന്താണ്, റാഷണലൈസേഷൻ ഉണ്ടാകുന്നുണ്ട്, കൂടാതെ അവര് ആക്ടിങ് ഔട്ടും അവര് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. കേട്ടോ, അപ്പൊ ഇതായിരുന്നു നമുക്ക് ഡിഫൻസ് മെക്കാനിസം എന്ന ടോപ്പിക്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൺ ലൈനേഴ്സ്. കേട്ടോ, അപ്പം വളരെ നന്നായിട്ട് പഠിക്കുക, വീഡിയോസ് കാണുക. നിങ്ങൾക്ക് ഇൻ കേസ് മുഴുവനായിട്ട് കാണാനോ കേൾക്കാനോ കഴിയില്ലെങ്കിൽ അത് സേവ് ഫോർ ലേറ്റർ വെച്ചിട്ട് മുഴുവനായിട്ട് കാണുക, റിപ്പീറ്റ് ആയിട്ട് കാണുക. കേട്ടോ, എങ്കിൽ റിപ്പീറ്റ് ആയിട്ട് കാണുക, റിപ്പീറ്റ് ആയിട്ട് കേൾക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് മെമ്മറിയിൽ അത് റീറ്റെയിൻ ചെയ്യത്തുള്ളൂ. അപ്പൊ ഇതുപോലെ ഇനിയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക, ഉറപ്പായിട്ടും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും നിങ്ങളുടെ പരീക്ഷകൾക്കുള്ള എല്ലാ വിജയാശംസകളും നേരുന്നു. ഓക്കെ, ബൈ ബൈ.